നമ്മളിവിടെ 1-ാം നമ്പർ എടുപ്പ് കുതിരയുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ബാക്കി ശിവക്ഷേത്രത്തിൻ്റെ തൊപ്പിയും ബാക്കിയുള്ള ഭരണികളെല്ലാം ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയിൽ പൂർത്തിയാകാനിരിക്കുകയാണ്. അതും കൂടെ നാളെ രാവിലെ തന്നെ നമ്മൾ തൊപ്പിയും ബാക്കിയുള്ളതൊക്കെ ഇനി കൊണ്ടുവന്നിട്ട് നമ്മളിത് ചരിച്ച് അതും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉയർത്തി ബാക്കിയുള്ള പണിയും കൂടെ ചെയ്ത് നാളെ വൈകുന്നേരം കൊണ്ട് പൂർണ്ണമായിട്ടല്ല, എന്നാലും പൊങ്കാല ദിവസത്തിലേക്ക് കുറച്ച് ബാക്കി വെച്ചിട്ട് നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെ ആയിട്ട് ഏകദേശം എല്ലാ പണികളും പൂർത്തീകരിക്കുന്നതായിരിക്കും. വളരെ നല്ല ഭംഗിയോടെ തന്നെ 1-ാം നമ്പർ എടുപ്പ് കുതിര ഇപ്രാവശ്യവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കടക്കൽ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും നല്ലവരായ വിശ്വാസികളും 8-ാം തീയതി കുതിരയെടുപ്പ് സമയത്ത് കടക്കൽ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക. ആൽത്തറമൂടിൽ വന്ന് എത്തിച്ചേരുക. കുതിരയെടുപ്പ് സമയം 3 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പങ്കെടുത്ത് വളരെ നല്ല ഭംഗിയോടെ തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ്. 1-ാം നമ്പർ എടുപ്പ് കുതിര ഏത് കരക്കാരാണ്? 1-ാം നമ്പർ എടുപ്പ് കുതിരയുടെ കരയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 4 കരയായിട്ട് 4 കരക്കാർ ചേർന്നിട്ട് തന്നെയാണ് പണ്ട് മുതലെയുള്ള അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വരുന്നത് കുട്ടിക്കാട്, അങ്ങോട്ട് പോകുമ്പോൾ മുകുന്നേരി, ചിങ്ങേലി, അതേപോലെ തന്നെ ചരിപ്പറമ്പ്, ഇവിടെ ആൽത്തറമൂട്, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഓരോ 4 ചട്ടത്തിൽ 4 കരയായിട്ടുള്ള രീതി വടക്കേക്കര എന്നുള്ള രീതിക്കാണ് നേരത്തെ അറിയപ്പെടുന്നതും. അപ്പം ഇവിടുന്ന് ഒരു വടക്കേക്കര, അവിടുന്ന് എങ്ങനെയെല്ലാം നോക്കിയിട്ടുള്ള ഓരോ ചട്ടത്തിനും ഓരോ കര കേന്ദ്രീകരിച്ചുള്ള ആൾക്കാരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയോടെ തന്നെയാണ് എടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ എത്ര എടുപ്പ് കുതിര വരുന്നുണ്ട്? മൊത്തത്തിൽ 7 എടുപ്പ് കുതിരയാണ് വരുന്നത്. ഇത് 1-ാം നമ്പർ എടുപ്പ് കുതിരയാണ്. തൊട്ട് അപ്പുറത്തിരിക്കുകയാണ് 2-ാം നമ്പർ എടുപ്പ് കുതിര. ബാക്കി 3, 4, 5 പണിയുന്നത് കിളിമരത്താവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ്. 2-ാം നമ്പർ എടുപ്പ് കുതിരയുടെ ബാക്കി കാര്യങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവീക്ഷേത്ര സന്നിധിയിലും 1-ാം നമ്പർ എടുപ്പ് കുതിരയുടെ കാര്യങ്ങൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നത് ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ്. നാളെ രാവിലെ കൊണ്ട് തന്നെ ഈ 2 പണികളും എല്ലാം പൂർത്തീകരിച്ച് 2 കുതിരയുടെ കാര്യങ്ങളെല്ലാം ചരിച്ച് കയറ്റാനുള്ള ശ്രമത്തിലാണ് കമ്മിറ്റിക്കാരും കാര്യങ്ങളെല്ലാവരും നിൽക്കുന്നത്. വളരെ ഭംഗിയോടെ കതിര് കുതിരയുണ്ട്. അതിൽ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. എല്ലാ പ്രാവശ്യവും കതിര് കുതിരയും കാര്യങ്ങളും കതിര് അവിടുന്ന് അഞ്ചൽ എന്നാണ് വരുന്നത്. ആനപ്പാറ എന്നും വരുന്നുണ്ട് കതിര് കുതിര. പോരെ എൻ്റെ പേര് വിജേഷ്, സ്ഥലം ആൽത്തറമൂട് തന്നെ. 15 വർഷമായിട്ട് നമ്മൾ ഈ കുതിരകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞാനും പുള്ളിയാണ് ഇതിൻ്റെ കെട്ട് ആയിട്ട് നിൽക്കുന്ന ആൾ. പിന്നെ നമ്മൾ കുത്തിയോട്ടത്തിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ചട്ടവും പടിയും വെള്ളത്തിയിടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് വീണ്ടും ആലിൻ്റെ മുട്ടിൽ വെച്ചത് ചട്ടവും പടി അടിച്ചു കൂട്ടുന്നതാണ്. അതിൻ്റെ തൊട്ട് അന്ന് തന്നെ വൈകുന്നേരത്ത് നമ്മളിതിൻ്റെ കതിരാൽ നോത്ത് നിർത്തും. അതിനുശേഷം ശിവക്ഷേത്രത്തിൽ തുറന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേൽക്കൂടാരത്തിൻ്റെയും തൊപ്പീരെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രോഹിണി ദിവസം രാവിലെ 10 മണിക്ക് കുതിര ചായച്ച് നോക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് തുടർ പണികൾ ആരംഭിക്കും. തിരുവാതിര ദിവസം കുതിര എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് ബാക്കിയുള്ള പണികൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതെന്തോ ഉയരം വരും? 1-ാം നമ്പർ 9.25 കോലിൻ്റെ കുതിരയാണ്. 1-ാം നമ്പർ കുതിരയോ? രണ്ടാമത്തെ കുതിര 9.25 കോലാണ്. മൂന്നാമത്തെ കുതിര 7.25, 5.25, 3.25 അങ്ങനെയുള്ള ഉള്ളിലേക്ക്. മൊത്തത്തിൽ എത്ര കുതിരയുണ്ട് ഇപ്രാവശ്യം? 7 കുതിര. അതിന് വ്യത്യസ്തമായൊരു കതിര് കുതിര, ഒരു വെറൈറ്റി ആയിട്ട് കതിര്. പിന്നെ ഇതെല്ലാം നമ്മളെ വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടി എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആൾക്കാർ. കൊട്ടിക്കൊണ്ടുവന്നത് പിന്നെ വിജേഷിൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞു. പാരമ്പര്യമായിട്ട് നമ്മളെ അച്ഛൻ്റെ കാലം മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവരെല്ലാവരും മരണപ്പെട്ടതിന് ശേഷം ഞാനും ഇതിനകത്തോട്ട് വന്നു പണികൾ വീണ്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു.